മനുഷ്യരക്തം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ആ രുചി തേടി വീണ്ടും വരും. കാരണം വെച്ചാൽ ഏറ്റവും ബലഹീനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു മൃഗങ്ങളെ പോലെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. കുരങ്ങ് കയറുന്ന പോലെ നമുക്ക് മരത്തെ അള്ളിപ്പിടിച്ച് പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ കയറി പോകാൻ പറ്റില്ല. രണ്ടാമത് പോത്തൊക്കെ കാട്ടുപോത്തൊക്കെ പ്രതിരോധിക്കുന്ന പോലെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഇതൊക്കെ ഈ കഴിവ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതിനെക്കാട്ടും വളരെ ഈസി ആയിട്ട് നമ്മളെ വേട്ടയാടാൻ പറ്റും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വയനാട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ട് വയനാട്ടിൽ. അതുപോലെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാനിങ്ങനെ വയനാട്ടിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു ഇഷ്യൂസ് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കി, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. കാരണം വെച്ചാൽ ആ വനങ്ങളിൽ മുഴുവൻ കണിക്കൊന്നയുണ്ട്. പൂത്ത് നിൽക്കുന്ന കണിക്കൊന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കണിക്കൊന്ന അവിടെ തന്നെ ഉണ്ടായതൊന്നുമല്ല, ഇത് വെച്ച് പിടിപ്പിച്ചതാണ്. കോടികൾ മുടക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങിച്ചെല്ലും. കാരണം വെച്ചാൽ ഈ കണിക്കൊന്ന വെച്ചെങ്കിൽ ഒന്ന് വെള്ളത്തിന് ലഭ്യത കുറയും, രണ്ടാമത് ഈ മൃഗങ്ങൾക്ക് ഈ മഞ്ഞ കളറിനോട് എത്ര താല്പര്യമൊന്നുമില്ല. അപ്പം അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ മഞ്ഞ കളറിനോട് മൃഗങ്ങൾക്ക് എന്തോ ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പം ഈ മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവിടെ വിട്ടുപോകും. അന്നേരം അതും കൂടെ ഫോറസ്റ്റിൻ്റെ അധീനതയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പം നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന ഒരു പുലിയെ കൂട്ടി വെച്ച് പിടിച്ചു അകത്ത് കൊണ്ടുവിടും. നാട്ടിലിറങ്ങി ശീലിച്ച ഒരു കടുവയായിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് വീണ്ടും നാട്ടിൽ തന്നെ ഇറങ്ങും. അപ്പം അതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൊണ്ടൊന്നും പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 25-ാം തീയതി മനോരമ ഓൺലൈൻ ന്യൂസിൽ അവർ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ന്യൂസായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾ മുമ്പ് ഇരുന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി. കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹൊളെ, തമിഴ്നാട്ടിലെ മുതുമല കടുവ സങ്കേതങ്ങൾ വരൾച്ചയുടെ പിടിയിലമർന്നതോടെ പച്ചപ്പ് തേടി കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ വയനാടൻ കാടുകളിലേക്ക്. സാധാരണ ഫെബ്രുവരി മധ്യത്തോടെയാണ് വന്യമൃഗങ്ങളുടെ ദേശാടനം ശക്തമായിരുന്നത്. ഈ കൊല്ലം നീലഗിരി ജൈവമണ്ഡലത്തിൽ മഴ കുറഞ്ഞതിനാൽ മൃഗങ്ങളുടെ വരവ് നേരത്തെയാണെന്ന് വനംവകുപ്പ് പറയുന്നു. മാനുകൾ പച്ചപ്പ് തേടി വയനാടൻ കാടുകളിലേക്ക് എത്തുന്നതിന് പിന്നാലെയാണ് കടുവകളുടെ വരവ്. ഇണചേര സമയമായതിനാൽ ആൺകടുവകൾ തമ്മിൽ സംഘർഷവും വർദ്ധിക്കും. മാനുകൾ നാട്ടിലിറങ്ങുമ്പോൾ പിന്നാലെ കൂടുന്ന മറ്റു കടുവകളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ കടുവകളും വയസ്സായവയുമെല്ലാം ഇപ്പോൾ നാട്ടിലാണ്. ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് പെറ്റുപെരുകുന്ന കടുവകൾ നാട്ടിലെ ഇരപിടിക്കൽ ശീലിച്ചാലുണ്ടാകുന്ന അപകടമുണ്ട്. ദേശാടനത്തിലൂടെ വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, കുറിച്യാട്, തോൽപ്പെട്ടി റേഞ്ചുകളിലെത്തുന്ന മൃഗങ്ങൾ അവിടെ നിന്നാണ് മറ്റിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുതിയ ആനക്കൂട്ടങ്ങളെ കുറിച്യാട്ടും മുത്തങ്ങയിലും കാണുന്നതായി വനപാലകർ പറയുന്നു. ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ സദാസമയം ആനക്കൂട്ടമുണ്ട്. ഇടയ്ക്ക് വഴി തടയുന്ന അവയെ വനപാലകരെത്തി തുരത്തി വിടുകയാണ്. വന്യജീവി സങ്കേതത്തിലെ നീർച്ചാലുകൾ, കുളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അവയുടെ താവളം. ഡെക്കാൻ പീഠഭൂമിയോട് ചേർന്ന വനമേഖലകൾ നേരത്തെ വരണ്ട് ജലാശയങ്ങളും അരുവികളും വറ്റി. വനത്തിൽ തീറ്റയും വെള്ളവുമില്ല. പച്ചപ്പ് നിലനിൽക്കുന്നത് വയനാടൻ കാടുകളിലെ കബനി തീരപ്രദേശങ്ങളിലുമാണ്. മറ്റു മൃഗങ്ങൾ കൂടി എത്തുന്നതോടെ വയനാടൻ കാടുകളിൽ ഭക്ഷ്യലഭ്യത കുറയുകയും ചെയ്യും. ഇത് പ്രതിസന്ധി രൂക്ഷമാക്കും. ഭക്ഷണവും വെള്ളവും തേടി ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മൃഗങ്ങൾ കാടിറങ്ങുമെന്ന് ഉറപ്പായി. വനാതിർത്തിയിലാകമാനം വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യം നിലനിൽക്കെ കൂടുതൽ മൃഗങ്ങൾ എത്തുന്നതോടെ കർഷകർക്ക് വെല്ലുവിളിയാകും. വനം വരണ്ട് തുടങ്ങിയോടെ കാട്ടുതീ ഭീഷണിയുമുണ്ട്. വരണ്ട് തുടങ്ങുന്നതിൻ്റെ കഥയാണ് ഈ എങ്ങനെയായി വരൾച്ച ഉണ്ടാകുന്നത്. കൂടുതൽ പ്ലാന്റേഷനായിട്ട് തേക്കും കൊണ്ടുവന്ന് വെച്ച് വെക്കും, അതിനിടയ്ക്ക് കൊണ്ട് കണിക്കൊന്നയും കൊണ്ട് വെക്കും. അപ്പോൾ വരൾച്ച ഉണ്ടാവൂലേ? അപ്പം എന്നിട്ട് അപ്പം അതാക്കോട്ടെ, ഈ മൃഗങ്ങൾ ഈ കാടിനുള്ളിൽ രസം കലാക്കാൻ ഇവരെപ്പോഴും പെരുകിക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആർക്കാണ് നേട്ടം?
അപ്പം ഒരാൾ മരിച്ചു, അവർക്കിപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം ആന ചവിട്ടിക്കൊന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു 40 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വലിയ വലിയ തുകകൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, എത്ര വർഷത്തിനുള്ളിൽ ഏകദേശം 8 10 പേരിന് മുകളിൽ ഈ കടുവ ആക്രമണത്തിൽ തന്നെ ഈ വയനാട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ച് കെട്ടി ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ചെയ്തുകൂടാ? ജനങ്ങളുടെ ജീവന് വിലയില്ല. പിന്നെ അതുപോലെ കുറേ ചാണച്ചർച്ച കുറേ കയറി ചഞ്ഞ കുഞ്ഞ വർത്തമാനം പറയുന്ന കുറേ ടീമുകളുണ്ട്. ഇവരുടെ ഈ ഫ്ലാറ്റിലും ടൗണിലും ജീവിക്കുന്ന രീതിയിൽ അത് കണ്ടിട്ട് ഈ സാധാരണക്കാരെ കുറ്റം പറയുന്ന പരിപാടി നടക്കുന്ന പരിപാടിയില്ല. കാരണം നിങ്ങളിതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഇത് അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇപ്പം അവർക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരക്തം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ആ രുചി തേടി വീണ്ടും വരും. കാരണം വെച്ചാൽ ഏറ്റവും ബലഹീനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റു മൃഗങ്ങളെ പോലെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. കുരങ്ങ് കയറുന്ന പോലെ നമുക്ക് മരത്തെ അള്ളിപ്പിടിച്ച് പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ കയറിപ്പോകാൻ പറ്റില്ല. രണ്ടാമത് കാട്ടുപോത്തൊക്കെ പ്രതിരോധിക്കുന്ന പോലെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഇതൊക്കെ ഈ കടുവ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതിനെക്കാട്ടും വളരെ ഈസി ആയിട്ട് നമ്മളെ വേട്ടയാടാൻ പറ്റും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഇതുപോലെ നരഭോജി കടുവകളെന്നല്ല, ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊള്ളണമെന്നാണ് പറയാനുള്ളത്.